KSKTU, കേരള കർഷക സംഘം, ആദിവാസി ക്ഷേമ സമിതി, പട്ടികജാതി കോളനി അസോസിയേഷൻ തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രൂപീകരിച്ചിട്ടുള്ള ഭൂസംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ജനുവരി 1 മുതൽ ഭൂസമരം നടത്തുന്നു. അന്ന് N. ശ്രീധരന്റെ നേതൃത്വത്തിലാണ് അനിശ്ചിതകാല നിരാഹാര സമരം ഉൾപ്പെടെ നടത്തി കുടിയൊഴിപ്പിക്കപ്പെട്ടവർക്ക് ഇടമൺ വില്ലേജിലെ ഉപ്പൂഴിയിൽ സ്ഥലം അനുവദിച്ച് കൊടുക്കുന്ന നിലയിലേക്കാണ് ആ സമരം അവസാനിച്ചത്. കുടിയൊഴിപ്പിക്കപ്പെട്ട അവർക്ക് വേണ്ടി അതുപോലെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അവിടെ സമരം നടത്തിയ ചരിത്രമുണ്ട്. വൻകിട ഭൂവുടമകൾ നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന സർക്കാർ മിച്ചഭൂമിയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ പ്രവേശിച്ച് കുടിൽ കെട്ടിയാണ് സമരം നടത്തുക. കൊല്ലം ജില്ലയിലെ പ്രധാന സമരകേന്ദ്രം ആര്യങ്കാവ് പഞ്ചായത്തിലെ ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ മിച്ചഭൂമിയാണ്. ഭൂസമരത്തിന്റെ പ്രചരണാർത്ഥം സംസ്ഥാന തലത്തിൽ പര്യടനം തുടരുന്ന ജാഥകളിൽ കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് EP ജയരാജൻ MLA ക്യാപ്റ്റനായ തെക്കൻ മേഖലാ ജാഥയ്ക്ക് 14-ന് പുനലൂരിൽ സ്വീകരണം നൽകുമെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 5-ന് മാർക്കറ്റ് ജംഗ്ഷനിലാണ് സ്വീകരണം. സമരസമിതി നേതാക്കളായ S. ജയമോഹൻ, MA രാജഗോപാൽ, ടൈറ്റസ് സെബാസ്റ്റ്യൻ, R. ശ്രീനിവാസൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.